കൃത്യമായ ആസൂത്രണം ചെയ്തുള്ള തിരിച്ചടി ഭാരതം പാകിസ്ഥാന് നൽകിക്കഴിഞ്ഞു. 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 9 ക്രൂസ് മിസൈലുകൾ പാഞ്ഞുപോയി. ഇന്നലെ 1:44 അത് സ്ഥിരീകരിച്ചു. ഭാരതം പകരം ചോദിച്ചിരിക്കുന്നു. 26 നിഷ്കളങ്കരുടെ ചോരയ്ക്ക് പകരം ചോദിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അഭിമാനമായി മാറിയിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണ് ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. അവിടെയൊക്കെയും കൊടും ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഇടങ്ങളിൽ അവിടെയെല്ലാം ഈ ആക്രമണത്തിന് അവർ ഇരകളായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്കിതെല്ലാം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം 10 മണിയോടുകൂടി നടക്കും. പ്രതിരോധ മന്ത്രാലയം കാര്യങ്ങൾ വ്യക്തമാക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ അവരെ കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം. സൈനിക മേധാവികൾ എപ്പോഴൊക്കെ പ്രശ്നത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം, അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളായിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിർത്തി കടന്ന് ഭാരതത്തിനെ ആക്രമിക്കുക എന്ന ഒരു നയം അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതവർ അവരുടെ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന നടപടികളായി കൂടിയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അതിന് എന്തിന് ഭാരതീയരുടെ നെഞ്ചത്തോട്ട് കയറണം എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഭാരതം നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്നൊരു പക്ഷെ പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടാകാം. അവരുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു? വീണ, പാകിസ്ഥാനിലെ സാഹചര്യം അത്യന്തം സങ്കീർണമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ അല്ലാതെ തന്നെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ്. പല ആഭ്യന്തര സംഘർഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 5 രീതിയിലുള്ള ഭീകരവാദം പാകിസ്ഥാന് തന്നെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള ഭീകര സംഘടനകളെ ഓരോ കാലഘട്ടങ്ങളിലും പാകിസ്ഥാൻ വളർത്തിയത് ഇപ്പോഴത് പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയമായ സംഘർഷങ്ങൾ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ടാണ് പിന്നീട് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ അവിടെ വരുന്നത്. അടുത്ത കാലത്ത് അവിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് 2024 പൊതു തെരഞ്ഞെടുപ്പ് ഇമ്രാൻഖാന്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല. അതൊരു അട്ടിമറിയിലൂടെയാണ് ഇപ്പോഴത്തെ ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും അവിടെ ഭരണത്തിലെത്തിയത് എന്ന് ഇമ്രാൻഖാനും കൂട്ടരും പറയുന്നു. ഇമ്രാൻഖാനെ ഇപ്പോഴും ജയിലിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒരു ഭാഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒരാൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ മുനീർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനറൽ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കൃത്യമായി ഒരു ജിഹാദി മെന്റാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അടുത്ത കാലത്ത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപാണ് അസീം മുനീറിന്റെ ഒരു പ്രസംഗം വിദേശത്തുള്ള പാകിസ്ഥാനി പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ പുറത്തേക്ക് വരുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. അതായത് എന്താണോ 1947 മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രത്തെ മത അടിസ്ഥാനത്തിൽ വിഭജിക്കുവാൻ കാരണമായത്, അതേ ആശയങ്ങൾ കൃത്യമായി ഒരിക്കൽ കൂടി പറയുന്ന മറ്റൊരു മുഹമ്മദ് അലി ജിന്നയെയാണ് നമുക്ക് ഈ ജനറൽ അസീം മുനീറിലൂടെ കാണാൻ സാധിച്ചത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചത് ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, കാരണം ഇത് വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ജീവിത രീതിയുമാണ്. അതിനാൽ ഹിന്ദുക്കളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ചിന്താഗതി തന്നെ മാറ്റി മുസ്ലിങ്ങൾ അവരുടേതായ വഴികളിലേക്ക് പോകണം. അതായത് 1947 ഭാരതത്തെ മത അടിസ്ഥാനത്തിൽ വിഭജിക്കുവാൻ മുഹമ്മദ് അലി ജിന്നയുടെയൊക്കെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച 2 നേഷൻ തിയറി അതേപോലെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്ന ആ 2 നേഷൻ തിയറി വീണ്ടും വീണ്ടും പല രാജ്യങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന മത അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങളെ വിഭജിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കൊടും ജിഹാദിയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സൈനിക മേധാവി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് വെച്ചാൽ മുൻപുള്ള സൈനിക മേധാവിമാരെല്ലാം മികച്ച ആളുകളാണെന്നോ പുണ്യവാളന്മാരാണെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഇപ്പോഴത്തെ സൈനിക മേധാവി ഒരു പരിപൂർണമായ മതതീവ്രവാദിയാണ് എന്ന് ഇയാളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾ ഇത്തരം പരാമർശം നടത്തി തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതും മതം ചോദിച്ചാണ് അവിടെ ഭീകരാക്രമണം നടന്നത്. കലിമ ചൊല്ലാൻ അറിയാത്തവർ ഭാരതത്തിൽ എന്നല്ല ഈ ലോകത്തിൽ തന്നെ വേണ്ട എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജിഹാദികൾ 26 പേരെ അവിടെ നിഷ്ഠൂരം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന
പാകിസ്ഥാന്റെ ISIയുടെ ഭാഗമായിരുന്ന വ്യക്തി പിന്നീട് ഇപ്പോൾ സൈനിക മേധാവിയായി കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സൈനിക മേധാവിയുടെ ചിന്താഗതികൾ ഏത് ദിശയിലൂടെ പോകുന്നതാകും, ഏത് ധാരണയിലൂടെ പോകുന്നതാകുമെന്ന് ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തന്നെ വ്യക്തമാണ്. അത്തരം പ്രസംഗങ്ങളെ അടിസ്ഥാനമാക്കിയൊക്കെ തന്നെ ആകാം ഒരുപക്ഷെ പിന്നീട് ഭീകര സംഘടനകൾ അവർക്ക് കൂടുതൽ വളക്കൂറുള്ള സ്ഥലമായി ഇപ്പോഴത്തെ പാകിസ്ഥാൻ മാറുന്നുവെന്ന ചിന്തയുടെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കനത്ത തിരിച്ചടി ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇനിയും പാകിസ്ഥാൻ എന്ത് തരത്തിലുള്ള പ്രകോപനമാണ് തിരിച്ചു നടത്താൻ പോകുന്നത് എന്നതാണ് ഭാരതത്തിന്റെ സൈന്യം കാത്തു നിൽക്കുന്നത്. അതേസമയം തന്നെ ജമ്മു കശ്മീരിൽ നിന്നും ഉള്ളൊരു വാർത്ത, അവിടെ 3 നമ്മുടെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇന്നലെ അർദ്ധരാത്രിയിൽ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ നിരവധി വീടുകൾ തകരുകയും 3 ഭാരതത്തിന്റെ സഹോദരന്മാരെ നമുക്കവിടെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കനത്ത പ്രത്യാക്രമണം ഇന്ത്യൻ സൈന്യയുടെ ഭാഗത്ത് നിന്നും തിരിച്ച് പാകിസ്ഥാന് നേരെ നടത്തുകയാണ്. അവിടെയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. വീണ, അതിർത്തിയിൽ അങ്ങനെ പ്രകോപനം ഉണ്ടാകുമ്പോഴൊക്കെയും പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട് ഭാരതം. ഇപ്പോൾ നൽകിയിരിക്കുന്ന തിരിച്ചടി പക്ഷെ നമ്മുടെ 26 നിരപരാധികളുടെ ജീവൻ എടുത്തതിനാണ്. നമുക്കറിയാം ഗൗതം, ഈ പാകിസ്ഥാൻ എന്ന ഈ നമ്മുടെ അയൽ രാജ്യത്തിന് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരാകെ കുട്ടിച്ചോറായി നിൽക്കുന്നൊരു രാജ്യമാണ്. ആകെ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നു. സൈന്യം ഒരു വശത്ത്, ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നു, സൈനിക മേധാവിക്ക് നേരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം, ഇങ്ങനെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാത്തൊരു സാഹചര്യം. പക്ഷെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഗോള ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചാടിക്കേറിയ ഒരു തീരുമാനമൊന്നും എടുക്കാൻ നമുക്ക് കഴിയുകയില്ല. ഇവിടെ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും പക്വമായ തീരുമാനങ്ങളിലൂടെയാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലോകരാജ്യങ്ങളുടെയൊക്കെയും പിന്തുണ നേടാൻ നമുക്ക് സാധിച്ചു. ഇത് മാത്രമല്ല, നയതന്ത്ര തലത്തിൽ നമുക്കറിയാം ഘട്ടം ഘട്ടമായുള്ള നടപടികളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഭാരതത്തിൽ നിന്ന് പാക് പൗരന്മാരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടതും അവർക്ക് തിരിച്ചു പോകാനുള്ള സമയം നൽകിയതുമൊക്കെയും ഈ പക്വമായ തീരുമാനങ്ങളുടെ ഭാഗം തന്നെയാണ്. നമ്മൾ അന്നു മുതൽ ഈ ഭീകരാക്രമണം തുടങ്ങി അന്നു മുതൽ ഭാരതം സ്വീകരിച്ച നടപടികളെ, ഇന്ന് വരെയുള്ള നടപടികളെ എങ്ങനെ അക്കമിട്ട് പറയാം ഗൗതം? വീണ, അതായത് കഴിഞ്ഞ ഭീകരാക്രമണത്തിന് ശേഷം അതിശക്തമായ നിലപാടുകൾ ഭാരതം സ്വീകരിച്ചു വരികയായിരുന്നു. അതായത് ഈ ഒരു തിരിച്ചടിയിൽ ആർക്കും വലിയ തോതിലുള്ള അത്ഭുതങ്ങളില്ല എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രത്യാക്രമണം ഉണ്ടാകും എന്നത് ലോകരാഷ്ട്രങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും കൃത്യമായി അറിയാമായിരുന്നു. പക്ഷെ അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള അങ്ങനെ മാത്രമുള്ള ഒരു സംശയമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ കാലതാമസം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എത്ര ദിവസത്തിനകം ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകും, ഇക്കാര്യത്തിൽ ഒരു ധാരണ കൃത്യമായി നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഭീകരാക്രമണം 22-ാം തീയതിയാണ്, ഏപ്രിൽ 22-നാണ് സംഭവിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം തൊട്ടടുത്ത ദിവസം തന്നെ ബീഹാറിൽ ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കൃത്യമായി പറഞ്ഞു കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. ആ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ അദ്ദേഹം വെറുതെ തിരിച്ചടി എന്നൊരു കേവലം പദപ്രയോഗമല്ല നടത്തിയത്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ അർത്ഥവത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ശത്രു ചിന്തിക്കുന്നതിനേക്കാട്ടിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. ശത്രു ചിന്തിക്കുന്നതിനേക്കാട്ടിൽ വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ജെയ്ഷെ മുഹമ്മദിലും ലഷ്കറും ഒന്നും അവരുടെ ആസ്ഥാനം ആക്രമിക്കും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. അത് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഭീകര കേന്ദ്രങ്ങൾ മണ്ണിനടിയിലാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭീകര കേന്ദ്രങ്ങളൊക്കെ ഏതാണ്ട് മണ്ണിനടിയിലായി ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ സൈന്യം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2014 മുൻപുള്ള ഭാരതമല്ല ഇപ്പോഴത്തെ ഭാരതമെന്ന് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരിക്കൽ കൂടി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് 2008-ലെ മുംബൈ ഭീകരാക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു തിരിച്ചടിയും നമുക്ക് നൽകിയില്ല. അന്നും ഇതേ സൈനിക ശക്തി ഈ രാഷ്ട്രത്തിനുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അന്ന് ഡൽഹിയിൽ അധികാരത്തിലിരുന്ന ഭരണകൂടം ഒരു ഏസ് മൂളാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം എത്രയോ ഭീകരാക്രമണങ്ങൾ UPA സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ നടന്നു. പക്ഷേ അന്ന് ഡൽഹിയിൽ അധികാരത്തിലിരുന്ന കേന്ദ്രങ്ങൾ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായിരുന്നില്ല. ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം
അദ്ദേഹം ഏതാണ്ട് 5 ദിവസങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നുകൊണ്ട് സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിച്ചു. അത് കൃത്യമായിരുന്നു. ആ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിച്ചതിന് ശേഷം നടന്ന മറ്റൊരു നിർണായകമായ കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ 3 സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയതിനു ശേഷം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ RSSന്റെ പിന്തുണ കൂടി കേന്ദ്ര സർക്കാർ നേടിയതിനു ശേഷമാണ് സൈന്യത്തെ കൃത്യമായി നിങ്ങൾ ചെയ്തോളൂ, ഇതിനുള്ള പൂർണ്ണമായ പിന്തുണ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിയത്. ആ ആത്മവിശ്വാസത്തിലാണ് സൈന്യം ഇന്നലെ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഇസ്ലാമിക് ജിഹാദി കേന്ദ്രങ്ങളിൽ നടത്തിയത്. വീണ.